നിങ്ങൾക്ക് എളുപ്പമുള്ളത് ചെയ്യരുത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ചെയ്യുക. കാരണം എളുപ്പമുള്ളത് നിങ്ങളെ ദുർബലനാക്കും, ബുദ്ധിമുട്ടുള്ളത് നിങ്ങളെ ശക്തനാക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ ഒരു സത്യത്തെക്കുറിച്ചാണ്. ആ സത്യമാണ്, ജീവിതത്തിലൊന്നും എളുപ്പമല്ല. എളുപ്പമുള്ളത് ചെയ്യുന്നവർ ഒരിക്കലും വിജയിക്കില്ല. ബുദ്ധിമുട്ടുള്ളത് ചെയ്യുന്നവർ മാത്രമേ വിജയിക്കൂ. നിങ്ങൾക്ക് എളുപ്പമുള്ള പാത തിരഞ്ഞെടുക്കാം, അത് നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാത തിരഞ്ഞെടുക്കാം, അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. ഞാൻ ആൻഡി ഫ്രിസെല്ലയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് പാപ്പരായിരുന്നു. ഞാൻ എന്റെ ബിസിനസ് നഷ്ടപ്പെടുത്തി. ഞാൻ എന്റെ ജീവിതത്തിന്റെ അടിത്തട്ടിലായിരുന്നു. പക്ഷേ ഞാൻ ബുദ്ധിമുട്ടുള്ള പാത തിരഞ്ഞെടുത്തു. ഞാൻ കഠിനാധ്വാനം ചെയ്തു. ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഇന്ന് ഞാൻ ഒരു വിജയകരമായ സംരംഭകനാണ്. ഞാൻ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. ഞാൻ എന്റെ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. നിങ്ങളെ ശക്തനാക്കുന്ന ബുദ്ധിമുട്ടുള്ള പാത എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. എളുപ്പമുള്ളത് ചെയ്യുന്നത് ഒരു ശീലമാണ്, ബുദ്ധിമുട്ടുള്ളത് ചെയ്യുന്നതും ഒരു ശീലമാണ്. നിങ്ങൾ ഏത് ശീലമാണ് വളർത്തിയെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതം. നിങ്ങൾ എപ്പോഴും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ദുർബലനാകും. നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയും നേരിടാൻ കഴിയാതെ വരും. നിങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടുള്ളത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശക്തനാകും. നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയും നേരിടാൻ കഴിയും. നിങ്ങൾ ഏത് പ്രതിസന്ധിയും അതിജീവിക്കും. അതിനാൽ നിങ്ങളുടെ ശീലങ്ങൾ ശ്രദ്ധിക്കുക, അവ നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ ലോകത്ത് രണ്ട് തരം ആളുകളെയുള്ളൂ. ഒരു തരം തങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നറിയുന്നവർ, അതിനായി പ്രവർത്തിക്കുന്നവർ, ഒന്നും തങ്ങളെ തടയാൻ അനുവദിക്കാത്തവർ. മറ്റൊരു തരം തങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അറിയാത്തവർ, അറിയാമെങ്കിലും അതിനായി പ്രവർത്തിക്കാത്തവർ. എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നവർ, ഒഴികഴിവുകൾ പറയുന്നവർ. ആദ്യത്തെ തരം ആളുകളാണ് വിജയിക്കുന്നത്. രണ്ടാമത്തെ തരം ആളുകൾ എപ്പോഴും പരാജയപ്പെടുന്നു. നിങ്ങൾ ഏതു തരത്തിൽപ്പെടുന്നു? നിങ്ങൾ ആദ്യത്തെ തരത്തിൽപ്പെട്ടയാളാണോ അതോ രണ്ടാമത്തെ തരത്തിൽപ്പെട്ടയാളാണോ? സത്യസന്ധമായി ഉത്തരം നൽകുക. കാരണം ഈ ഉത്തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 75 ഹാർഡിനെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് ഞാൻ സൃഷ്ടിച്ച ഒരു മാനസിക ശക്തി പരിപാടി. ഇതൊരു ഫിറ്റ്നസ് പരിപാടിയല്ല, ഇതൊരു മാനസിക ശക്തി പരിപാടിയാണ്. 75 ദിവസം, 5 ലളിതമായ നിയമങ്ങൾ. ഒരു വിട്ടുവീഴ്ചയും പാടില്ല, ഒരു ഒഴികഴിവും പാടില്ല, ഒരു തെറ്റും പാടില്ല. നിങ്ങൾ ഒരു നിയമം ലംഘിച്ചാൽ നിങ്ങൾ വീണ്ടും തുടക്കത്തിൽ നിന്ന് ആരംഭിക്കണം. ഇത് കടുപ്പമാണ്, ഇത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതം മാറ്റും. ഈ 75 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായിരിക്കും. നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ആത്മവിശ്വാസമുണ്ടാകും. നിങ്ങൾക്ക് എന്തും നേടാനുള്ള ശക്തിയുണ്ടാകും. കാരണം നിങ്ങൾ 75 ഹാർഡ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്കൊന്നും അസാധ്യമല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കും. 75 ഹാർഡിന്റെ നിയമങ്ങൾ ഇവയാണ്. 1. ഒരു ദിവസം 2 തവണ 45 മിനിറ്റ് വീതം വ്യായാമം ചെയ്യുക. ഒരെണ്ണം പുറത്തുവെച്ച് വേണം. 2. ഒരു ദിവസം 10 പേജ് പുസ്തകം വായിക്കുക. അത് സ്വയം സഹായ പുസ്തകമായിരിക്കണം. 3. ഒരു ദിവസം 1 ഗാലൻ വെള്ളം കുടിക്കുക. 4. ഒരു ഡയറ്റ് പ്ലാൻ പിന്തുടരുക. മദ്യമോ ജങ്ക് ഫുഡോ ഇല്ല. 5. എല്ലാ ദിവസവും പുരോഗതിയുടെ ഒരു ഫോട്ടോ എടുക്കുക. ഇത്രമാത്രം. 75 ദിവസം. ഒരു ദിവസം പോലും ഒഴിവാക്കരുത്. ഒരു നിയമവും ലംഘിക്കരുത്. നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറും. ഞാൻ ഈ പരിപാടി സൃഷ്ടിച്ചത് ആളുകൾക്ക് അവരുടെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മിക്ക ആളുകൾക്കും അവരുടെ കഴിവുകൾ അറിയില്ല. അവർ ദുർബലരാണെന്ന് അവർ കരുതുന്നു. പക്ഷേ അവർ ശക്തരാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ അവർ അത് ചെയ്യുന്നില്ല. കാരണം അവർക്ക് അതിനുള്ള അച്ചടക്കമില്ല. അവർക്ക് അതിനുള്ള മാനസിക ശക്തിയില്ല. 75 ഹാർഡ് അത് നൽകും. 75 ഹാർഡ് നിങ്ങളുടെ ഉള്ളിലെ യോദ്ധാവിനെ ഉണർത്തും. 75 ഹാർഡ് നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കും. ഞാനിതെന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഞാനിത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് പ്രവർത്തിക്കുന്നു. ഇത് തീർച്ചയായും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒഴികഴിവുകളെക്കുറിച്ച് സംസാരിക്കാം. ഒഴികഴിവുകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഒഴികഴിവുകളാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലുന്നത്. ഒഴികഴിവുകളാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്നത്. എനിക്ക് സമയമില്ല, എനിക്ക് പണമില്ല, എനിക്ക് അവസരമില്ല, എനിക്ക് ഊർജ്ജമില്ല, എനിക്ക് കഴിവില്ല. ഇതൊക്കെ വെറും ഒഴികഴിവുകളാണ്. ഇവ വെറും നുണകളാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന നുണകൾ. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് പണമുണ്ട്, നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് ഊർജ്ജമുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് അവ ഉപയോഗിക്കാനുള്ള മനസ്സാണ്, അവ ഉപയോഗിക്കാനുള്ള ധൈര്യമാണ്, അവ ഉപയോഗിക്കാനുള്ള അച്ചടക്കമാണ്. ഒഴികഴിവുകൾ ഉപേക്ഷിക്കുക, പ്രവർത്തിക്കാൻ തുടങ്ങുക. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴികഴിവുകൾ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പ്രവർത്തിച്ചു. എനിക്ക് പണമില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്തു. എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ സമയം കണ്ടെത്തി.
എനിക്ക് അവസരമില്ലായിരുന്നു. ഞാൻ അവസരങ്ങൾ സൃഷ്ടിച്ചു. ഞാൻ ഒരിക്കലും ഒഴികഴിവുകൾ പറഞ്ഞില്ല. ഞാൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളും ഒഴികഴിവുകൾ ഉപേക്ഷിക്കണം. നിങ്ങളും പ്രവർത്തിക്കണം ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും നമ്മുടെ സുഖസൗകര്യങ്ങളുടെ മേഖലയിൽ കുടുങ്ങിക്കിടക്കും. നമുക്ക് സുഖമായിരിക്കും, നമുക്ക് സൗകര്യമായിരിക്കും, നമുക്കൊന്നിനും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ സുഖവും സൗകര്യവുമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. നമ്മൾ ഈ സുഖസൗകര്യങ്ങളുടെ മേഖലയിൽ നിന്ന് പുറത്തുവരണം. നമ്മൾ അസൗകര്യങ്ങളെ സ്വീകരിക്കണം. നമ്മൾ ബുദ്ധിമുട്ടുകളെ സ്വാഗതം ചെയ്യണം. കാരണം അവിടെയാണ് വളർച്ച, അവിടെയാണ് ശക്തി, അവിടെയാണ് വിജയം. നിങ്ങൾ സുഖമായി ഇരിക്കുമ്പോൾ നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾ നിശ്ചലമായി നിൽക്കുന്നു. നിങ്ങൾ നിശ്ചലമായി നിൽക്കുമ്പോൾ ലോകം നിങ്ങളെ മറികടക്കും. അതിനാൽ എഴുന്നേൽക്കുക. നിങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ മേഖലയിൽ നിന്ന് പുറത്തുവരിക. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും എന്റെ സുഖസൗകര്യങ്ങളുടെ മേഖലയിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാൻ എപ്പോഴും അസൗകര്യങ്ങളെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ മേഖലയിൽ നിന്ന് പുറത്തുവരണം. നിങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമുക്ക് റിയൽ എഫ് പോഡ്കാസ്റ്റിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഈ പോഡ്കാസ്റ്റ് നടത്തുന്നത് ആളുകളോട് സത്യം പറയാൻ വേണ്ടിയാണ്. ഞാൻ ആളുകളെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ സത്യം പറയുന്നു. കടുപ്പമുള്ള സത്യം, അസുഖകരമായ സത്യം. കാരണം ആ സത്യമാണ് ആളുകളെ ഉണർത്തുന്നത്. ആ സത്യമാണ് ആളുകളെ മാറ്റുന്നത്. നിങ്ങളോട് ആരെങ്കിലും സത്യം പറയണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങളത് കേൾക്കണം. കാരണം ആ സത്യം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറില്ല. നിങ്ങൾ ഒരിക്കലും വളരില്ല. നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. അതിനാൽ സത്യം കേൾക്കാൻ തയ്യാറാകുക. കടുപ്പമുള്ള സത്യം പോലും കേൾക്കാൻ തയ്യാറാകുക. കാരണം ആ സത്യമാണ് നിങ്ങളെ രക്ഷിക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തവണ കടുപ്പമുള്ള സത്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ അവ കേട്ടപ്പോൾ വേദനിച്ചിട്ടുണ്ട്. ഞാൻ അവ കേട്ടപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനവ കേട്ടു. ഞാനവ മനസ്സിലാക്കി. ഞാനവ അനുസരിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളും സത്യം കേൾക്കാൻ തയ്യാറാകണം. നിങ്ങളും അതനുസരിച്ച് പ്രവർത്തിക്കണം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയും. നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കും. നമുക്ക് സംഭവിച്ച മോശം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഇത് ശരിയല്ല. പകരം നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ശക്തികളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. ഇത് നിങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കും. ഇത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. എന്നാൽ നിങ്ങളുടെ പരാജയങ്ങളെ പൂർണ്ണമായും അവഗണിക്കരുത്. അവയിൽ നിന്ന് പഠിക്കുക. അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. പക്ഷേ അവയിൽ തങ്ങി നിൽക്കരുത്. മുന്നോട്ടു പോകുക. ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയോ തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു. ഞാൻ ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടു. ഞാൻ അവയെ എന്റെ ശക്തിയാക്കി. ഞാൻ മുന്നോട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കണം. നിങ്ങളും അവയിൽ നിന്ന് മുന്നോട്ടു പോകണം. ഓർക്കുക, ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങൾ അച്ചടക്കം പാലിക്കണം. നിങ്ങൾ സ്ഥിരോത്സാഹം കാണിക്കണം. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങൾ എപ്പോഴും ബുദ്ധിമുട്ടുള്ളത് ചെയ്യണം. കാരണം എളുപ്പമുള്ളത് ചെയ്യുന്നവർ ഒരിക്കലും വിജയിക്കില്ല. ബുദ്ധിമുട്ടുള്ളത് ചെയ്യുന്നവർ മാത്രമേ വിജയിക്കൂ. ഇത് ലളിതമാണ്. ഇത് കടുപ്പമാണ്. പക്ഷേ ഇത് സത്യമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ സത്യം പിന്തുടർന്നു. ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടുള്ളത് ചെയ്തു. ഞാൻ ഒരിക്കലും എളുപ്പമുള്ളത് തിരഞ്ഞെടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. നിങ്ങളും എപ്പോഴും ബുദ്ധിമുട്ടുള്ളത് തിരഞ്ഞെടുക്കണം. നിങ്ങളും ഒരിക്കലും എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കരുത്. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് അതിനെ ഒരു സ്വർഗമാക്കാം, അല്ലെങ്കിൽ ഒരു നരകമാക്കാം. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ള പാത തിരഞ്ഞെടുക്കാം. അത് നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാത തിരഞ്ഞെടുക്കാം. അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ബുദ്ധിമുട്ടുള്ള പാത തിരഞ്ഞെടുക്കുക. വിജയത്തിന്റെ പാത തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് തീർച്ചയായും അത് ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. നിങ്ങൾ അതിന് അർഹനാണ്. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചെയ്യും. ഇപ്പോൾ പോകൂ. ബുദ്ധിമുട്ടുള്ളത് ചെയ്യൂ. വിജയിക്കൂ. നന്ദി.